നമസ്കാരം. ടാക്സി യുഗത്താണ്. ഇന്ന് ആ, ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ അവിടെ ശസ്ത്രക്രിയയ്ക്കൊന്നും ആവശ്യമുള്ള സാധനങ്ങളില്ല. ഇതിനു മുമ്പ് ശ്രീ ഇത്രയിൽ ഇതേപോലെ വന്നിരുന്നു. സാധനങ്ങളൊന്നുമില്ല ആ, എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ നടപടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞൊരു ചർച്ച നടക്കുന്നുണ്ട്. നമ്മൾ വ്യാജമായിട്ട് മുഖത്ത് നമുക്കില്ലാത്ത മേക്കപ്പ് നമ്മൾ കോംപ്ലക്സ് ഉള്ള ആൾക്കാർ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇല്ലാത്ത മേക്കപ്പ് ഉണ്ടാക്കുന്നത് പോലെയാണ് സർക്കാർ ഈ പരാതി പറയുന്നവരൊക്കെ ഒതുക്കിയിട്ട് നമ്മൾ ഭയങ്കര നമ്പർ വൺ ആണ്, പ്രബുദ്ധരാണ്, മലയാളിയൊക്കെ നമ്പർ വൺ ആണ് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു മേക്കപ്പ് പോലെ. അതിൻ്റെ പ്രശ്നം ഇത് സത്യത്തിൽ വെള്ളം വീണ അതങ്ങ് പോവും. പിന്നെ റിയൽ ആയിട്ടുള്ള ഫേസേ ഉണ്ടാവുള്ളൂ. അത് കുറച്ച് മോശമാണ്. നമ്മൾ വോട്ട് ചെയ്ത ആൾക്കാർ വീട് കത്തിയെരിയുമ്പോൾ കടത്തിൽ കണ്ടിട്ട് നമ്മൾ നിൽക്കുന്ന നേരത്ത് കഴുക്കോലൂരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ബാധ്യത കൂടുന്നത്. കാരണം ഇവരുടെ ഓരോരുത്തരെയും പാർട്ടിയിലുള്ളവരെ തൃപ്തിപ്പെടുത്താൻ, യൂണിയനെ തൃപ്തിപ്പെടുത്താൻ ഇവർ ശമ്പളം കൂട്ടിക്കൊടുത്തും ആനുകൂല്യങ്ങൾ കൂട്ടിക്കൊടുത്തും ഇവർ കഴുക്കോലൂരാണ് കത്തിയിരിക്കുന്ന വീടിൻ്റെ. അതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട നമ്മുടെ നികുതി പണം പോയിട്ട് നമുക്ക് കിട്ടേണ്ട നമ്മുടെ പെൻഷൻ കിട്ടുന്നില്ല, നമുക്ക് ആശുപത്രിയിൽ നിന്നുള്ള സേവനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥകളിലേക്ക് നമ്മൾ വരുന്നുണ്ട്. നമ്മുടെ വോട്ടിൻ്റെ പാപമാണത്. ആ പാപം നിങ്ങൾ പുണ്യമായിട്ട് തോന്നരുത്. ഇനിയെങ്കിലും ചിന്തിച്ച് വോട്ട് ചെയ്യുക.